പെണ്ണിന്റെ വിഷയത്തിൽ പരാതി പറയുന്നത് അവളെ രാജകുമാരിയായി കാണേണ്ടവളാണ്, സ്ത്രീത്വം ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ പരാതിക്കാരനായി കടന്നു വന്ന മനുഷ്യന്റെ മുമ്പിൽ മറുപടി പറയുകയാണ്. അതുകൊണ്ട് പിന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പെണ്ണിന്റെ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം വളരെ കാലമായിട്ട് തന്നെ ഇന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പുതിയ ലോകത്ത് പെണ്ണിലൂടെ ഉണ്ടായിത്തീർന്നുകൊണ്ടിരിക്കുന്ന പൊല്ലാപ്പുകൾ വല്ലാതെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കണിശമായിട്ട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന ഫലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ്യ സംസ്കാരം സ്ത്രീ വെടിയണം എന്നാണ് ഇസ്ലാം അസന്നിഗ്ധമായി പ്രഖ്യാപനം നടത്തിയത്. നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വാദികളായി ഇന്ന് രംഗപ്രവേശനം ചെയ്ത ബുദ്ധിജീവികളാണെങ്കിലും മഹിളാവേദിയാണെങ്കിലും സ്ത്രീപക്ഷവാദികളാണെങ്കിലും ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ഒക്കെ തന്നെ എന്തിനാണ് ഒരു പെണ്ണിന് വേണ്ടി ഇത്ര ചെങ്കൂറ്റത്തോടെ മുറവിളി കൂട്ടുന്നത്? വല്ലാത്ത ആശങ്കയുണ്ടാക്കി പുതിയ കാലങ്ങളിലായിട്ട് അല്ലെ? വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഉദ്വേഗജനകമായിരിക്കുന്ന ഭീതിയുടെ മുൾമുനയിലേക്ക് ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാൻ വെറും ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവർ കാലത്തിന്റെ രൂപപ്പെടുത്തിലേക്ക് ആനയിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുറച്ച് ചണ്ടികൾ പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ ഇത്രയും വലിയ പൊല്ലാപ്പാക്കിയെടുക്കാനും ഇത്ര വലിയ വാർത്ത സൃഷ്ടിച്ച പ്രചാരം സൃഷ്ടിച്ച ചുടുവാർത്തയാക്കി മാറ്റുവാനുമുള്ള തീക്ഷ്ണ ശ്രമമുണ്ടായി. ഒരർത്ഥത്തിൽ മാധ്യമങ്ങൾ ആ കാര്യങ്ങളിൽ വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. എന്തേ ഇതിന്റെ കാരണം? ആരാണ് പെണ്ണ്? ക്യാബറ നൃത്തശാലകളിലും ബാറിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും നൃത്തം ചെയ്യാനും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കണ്ണഞ്ചിപ്പിക്കാനും അങ്ങനെ ഭൗതികമായിരിക്കുന്ന പ്രബദ്ധത ഫീസ് കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ഒരു വിപണന വസ്തുവായി പെണ്ണിനെ മാറ്റുന്ന സമയത്ത് ഈ ബുദ്ധിജീവികൾ അഭിപ്രായപ്പെടുന്നത് അതിലൊരു കണ്ണിയായി പാവപ്പെട്ട തട്ടത്തിന്റെ മറയത്ത് തന്റെ സൗന്ദര്യം കൊണ്ടുപോകുന്ന മുസ്ലിം പെൺകുട്ടി കടന്നു വരണം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വാദം. അതിനുള്ള സകലമായ ശ്രമങ്ങളും അണിയറയിൽ ഇവർ ഒരുക്കിയതിന്റെ ശേഷമാണ് ഈ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത്. എന്തേ ന്യൂസ് അവരൊക്കെ നടത്തുന്ന സമയത്ത് ഇവർക്ക് ഇത്ര മാർക്കറ്റ് കിട്ടാൻ കാരണം? ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാതെ മാത്രമല്ല, ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരികിൽ മൂത്രയിക്കാൻ ഇരുന്നിട്ടൊരു കപ്പ് വെള്ളമെടുത്ത് മനോഹരം ചെയ്യാനുള്ള പ്രാഥമിക ബുദ്ധി പോലും പ്രക്രിയയിലേക്ക് കൊണ്ടുവരാത്ത ആളുകളാണ് ഇസ്ലാമിന്റെ പേരിൽ, ശൈശവിവാഹത്തിന്റെ പേരിൽ, മുസ്ലിം പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലും ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരായി തീരുന്നത്. ഇതാണ് വല്ലാത്ത വിരോധാഭാസം. കാലഘട്ടത്തിന്റെ ഈ വേലിയേറ്റങ്ങളിൽ നമ്മൾ കണ്ട ഇത്തരം തമാശകൾ ഇതിനു മുമ്പുണ്ടായിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവർ? അല്ലേ? തിരുവാതിരയിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും മമ്പാട് ബഷീർ എന്ന് പറയുന്ന സഹോദരന്റെ മകൾ ഫാത്തിമ നിമ ഈ 3 എ ഗ്രേഡ് നേടി. എപ്പോ? കഴിഞ്ഞ വർഷം സ്കൂൾ യുവജനോത്സവം ഉണ്ടായത് മലപ്പുറം MSP ഗ്രൗണ്ടിലാണ്. അന്ന് മലപ്പുറത്തെ മമ്പാട്ട് ഒരു സഹോദരൻ മുസ്ലിം തറവാട്ടുകാരിയായി അവിടുത്തെ മുസ്ലിം മഹല്ലത്തിലെ പ്രാമാണിക കുടുംബത്തിന്റെ സന്തതി ഫാത്തിമ നിമ ഈ 16 വയസ്സുകാരി അർദ്ധനഗ്നയായി കണ്ണിലും മുഖത്തും ചായം തേച്ച് പൂശി ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കലാരൂപങ്ങളെ വേദിയിൽ എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുവന്നപ്പോ അവൾക്ക് താളക്കൊഴുപ്പ് പകരാൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ പടയിൽ തന്നെ ഉണ്ടായിരുന്നു, ചാനൽ പ്രവർത്തകരുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞു. ഫാത്തിമ താരമായി. പിറ്റേന്ന് മലയാള മനോരമയിൽ കോട്ടയത്തിറങ്ങിയ, പത്തനംതിട്ടയിൽ ഇറങ്ങിയ, കൊല്ലത്തിറങ്ങിയ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിൽ ഈ മുസ്ലിം പെൺകുട്ടിയുടെ പേരാണ്. താരമായി ഫാത്തിമ. ഫാത്തിമ താരാവൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്വേഷിക്കണം. ഈ എ ഗ്രേഡ് നേടിയ 3 വിഷയങ്ങളും അവർ എടുത്തു കൊടുത്തു. ചായം പുരട്ടി തന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രക്കാരി പെൺകുട്ടിയെ പിടികൂട്ടിയിട്ട് ചോദിച്ചു, മോളെ, വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഇത്രയും വലിയ അനിസ്ലാമിക കലകളിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഊർജ്ജസ്വലമായി കടന്നു വന്നിട്ട് നിനക്ക് താളക്കൊഴുപ്പോടുകൂടെ മേളവാദ്യാഘോഷങ്ങളോടുകൂടെ ഇത് തിമർത്താടാനുള്ള ശക്തി പകർന്നു തന്ന, ബൂസ്റ്റ് തന്ന ഘടകം എന്താണ് എന്ന് ചോദിക്കുമ്പോ ആദ്യം ഫാത്തിമ പറഞ്ഞ മറുപടി അൽ ഉമ്മു മദ്രസത്തി, എന്റെ ഉമ്മയാണ് എന്റെ മദ്രസ. നമ്മൾ ആലോചിക്കണം, എന്റെ ഉമ്മയാണ് എനിക്ക് ഈ 3 കലകളിലുള്ള ഇൻസ്പിറേഷൻ തന്നത്. അല്ലെ? ഈ കോലത്തിലേക്ക് ആധുനിക മാതാവ് പോയാൽ പിന്നെ പെണ്ണിന്റെ വിഷയം വേറൊരു അധ്യായമാക്കി അടച്ചു വെക്കല്ലാണ്ടത്. എന്തിനാ പെണ്ണിനെ ഇപ്പോഴത്തെ ഒരു ചർച്ച ചെയ്യുന്നതിന്റെ പ്രിയപ്പെട്ടവര്? അങ്ങനെ 16 വയസ്സുകാരിയായിരിക്കുന്ന ഫാത്തിമയെ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത മുത്തശ്ശി പത്രങ്ങൾ പിന്നെ ആഹ്ലാദിച്ചു. എന്തിന്? ഇതൊക്കെ മലപ്പുറത്തിന്റെ പുരോഗതിയായിട്ട് എന്നിട്ട് മുസ്ലിം നാമധാരിയായ ആധുനിക ബുദ്ധിജീവി പത്രസമ്മേളനം നടത്തി പറയാ, മുസ്ലിങ്ങളൊക്കെ ഉണർന്നത് പഴയ കഞ്ഞിപ്പറാക്ക് പനിയനും കൈലിമുണ്ടും അതുപോലെ തന്നെ പീച്ചാക്കത്തിയൊക്കെ എടുത്ത കാക്കാന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്, മലപ്പുറത്തുകാരൻ നവോത്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന നല്ലൊരു കൊഴുപ്പുള്ള ഭാഷ കൊടുത്തിട്ട് പത്രക്കാരെ സമീപിച്ച ബുദ്ധിജീവിയും മലപ്പുറത്തുകാരനാ. നമ്മൾ ആലോചിക്കണം,
പിന്നെ അവർ ഈ ഇടക്കിടക്ക് ഇങ്ങനെ ഇടപെടാൻ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇടപെടാൻ. ഈ കാലത്ത് മുസ്ലിം സാമാന്യത്തിന്റെ വളരെ ആദരവോടുകൂടെ കാണുന്ന, വളരെ ചലനാത്മകമായി പോകുന്ന ഈ ആത്മീയ ആവിഷ്കാരങ്ങളൊക്കെ തീരെഴുതി കൊടുത്താൽ എന്തിനാ കൂട്ടരെ നമ്മുടെ മതപണ്ഡിതന്മാർ? ആ മതപണ്ഡിതന്മാരെ മറ്റൊരു ഭാഗത്തിരുത്താനല്ലേ ഇത്തരം ശ്രമങ്ങൾ ഹീനമായിട്ട് നടന്നു പോകുന്നത്? ആരാ ഇപ്പൊ ഫത്വ കൊടുക്കുന്നത്? മുസ്ലിം പെണ്ണ് പർദ്ദ ഇടണോ, ആ പർദ്ദ ഏത് രൂപത്തിലാകണം എന്ന് പറഞ്ഞ് ഫത്വ ഓഫീസിലെ മുഫ്തിമാരായി മാറുന്ന അപരിഷ്കൃതവാദികൾക്ക് പിന്നിലല്ലേ ആധുനിക മാധ്യമപ്പെട? ഇത് ആലങ്കാരിക വർത്തമാനമാണോ? ഇത് യാഥാർത്ഥ്യത്തിന്റെ കയ്യൊപ്പല്ലേ? ഇതിനെ നിരാകരിക്കാനാണ് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങോട്ടാ മുസ്ലിം കുട്ടി ഇവർ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്റെ പ്രിയപ്പെട്ടത്, അന്വേഷിക്കണം നമ്മൾ. മുസ്ലിം പെൺകുട്ടി പുറത്തിട്ട സമയത്തും ഇതാ വന്നത്, ശിരോവസ്ത്രം കടന്നു വന്നപ്പോഴും ഇതാ ഇഷ്യൂ ഉണ്ടായത്. ഇപ്പോ ഇനി ഈ കോലത്തിലേക്ക് നമ്മുടെ വിവാഹപ്രായം പോവുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഉദയത്തിന്റെ ഭാഗമായിട്ടുള്ള അറവായിരിക്കും വിഷയം. പറയും, ഈ ആൾക്കാർ വന്നാണ്ട് പറയും, നിഷ്ഠൂര കൊലപാതകന്നേക്കാരും പറയാം. സുന്നത്തായിരിക്കുന്ന രീതിയിൽ മനുഷ്യൻ ഒരു അറവ് നടത്തുന്ന സമയത്ത്, അതിന്റെ ആരാധനയുടെ ഭാഗമായിട്ട് മനുഷ്യൻ ഒരു അറവ് നടത്തുന്ന സമയത്ത് പറയലെന്തേക്കാരറിയോ? ആന്ധ്രയിൽ നിന്നും യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ പാവപ്പെട്ട കന്നുകാലികളെ കൊണ്ടുവന്നിട്ട് നിഷ്ഠൂരമായ കൊലപാതകം നടത്തുകയാണ് മാപ്പിളാര്. അവസാനം പിന്നെ ഉദുഹിയത്തും കോടതി ഇടപെട്ട് നിരോധിക്കേണ്ടി വരും. പിന്നെ അടുത്ത വർഷം വരല് മുസ്ലിം ഖത്തീബുമാർ ഇപ്പോഴും പള്ളികളിൽ വാളുപയോഗിച്ചിട്ടാണ് പ്രസംഗം നടത്തുന്നതെന്ന് പറയും, അല്ലേ? അവസാനം അതും നിരോധിക്കും. ആ രീതിയിൽ ഇവിടെ ഒരു പ്രീ പ്ലാൻഡ് അജണ്ട. അതിൽ ഇപ്പത്തെ കഥാപാത്രം, ഇപ്പൊ ജ്വലിച്ചു നിൽക്കുന്ന കഥാപാത്രം മുസ്ലിം പെണ്ണായി പോയതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് പെണ്ണിനെ വിഷയീഭവിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വിനീതനായ ഞാൻ കടന്നു വന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ അർത്ഥം. എന്നാ ആരെയാണ് ഇവർ വിനിയോഗിക്കുന്നത്? അതാ രസം. നമ്മുടെ മതേതര ഹിന്ദു ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവൻ ബുദ്ധിയുള്ളവരാ. മതേതരവാദിയായിരിക്കുന്ന രാജ്യത്തെ സാധാരണക്കാരനായിരിക്കുന്ന ഹൈന്ദവൻ, അല്ലേ, ആ മതേതര ഹൈന്ദവൻ ഒരു കാര്യം ഇതിനെപ്പറ്റി കാണാൻ വേണ്ടിയിട്ടില്ല. ഇസ്ലാമിലെ പരിഷ്കൃതവാദികൾ എന്ന് പറയുന്ന ബുദ്ധിജീവികൾ ഇറങ്ങി തിരിച്ചിട്ടല്ലേ വിവാഹ പ്രായത്തിന്റെ വിഷയം ഇത്രയും ഗതികളിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് എന്താണ് അവർ ബുദ്ധിമുട്ട്, അവരെന്താണ് കരുതിയത് എന്നറിയൂല. ഇതിന്റെ അടുക്കൽ ചില മാധ്യമങ്ങളുടെയും അജണ്ടയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് വന്ന സമയത്ത് വക്ക എന്ന് പറഞ്ഞാണ്ട് ഒരു ടെമ്പോ ട്രാവലർ വണ്ടി ഒരു മാധ്യമം മലപ്പുറം ജില്ലയിലൂടെ ഓട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. വക്ക വണ്ടിയാണ് ആ വണ്ടിന്റെ പേര്. എന്തിനാ മലപ്പുറത്തോട് ഓട്ടിയത്? എന്നിട്ട് നമ്മളെ ചെക്കന്മാര് ചെറിയ ഫുട്ബോൾ കളിക്കുന്ന ത്രീ സ്റ്റീലിന്റെ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു നാട്ടിലെ താത്തമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്നിട്ടോ ദൂരെ പന്ത് വെച്ചിട്ട് തീരെ വീതിയില്ലാത്ത ത്രീസിന്റെ പോസ്റ്റിലേക്ക് ഏത് താത്തയാണ് പന്ത് അടിച്ചു കയറ്റുന്നത് ആ താത്താക്ക് അവിടെ വെച്ചിട്ട് തന്നെ പ്രസന്റേഷൻ കൊടുക്കുക. നമ്മളെ പർദ്ദട്ട താത്തമാരൊക്കെ അത് കയറ്റിയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു അടി അടിച്ചിട്ട് അത് പിറ്റേ ദിവസം വന്നു പത്രത്തില്. എവിടെ വന്നത്? കോട്ടയത്ത് വന്നു, കൊല്ലത്ത് വന്നു, പത്തനംതിട്ടയിൽ വന്നു. നമ്മുടെ മുസ്ലിം താത്ത പർദ്ദ കയറ്റിയിട്ട് പന്തടിച്ചിട്ട് ഗോള് നേടി വക്കാ പറയുന്ന ഈ ആവിഷ്കാരത്തിന്റെ ആഹ്ലാദ പ്രകടനപരത പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? എന്നിട്ട് ഇവിടെ നമ്മളെ മലപ്പുറത്തുകാരൻ ബുദ്ധിജീവി പറയാം അത് മുസ്ലിം പുരോഗതിയുടെ രണ്ടാം ഭാഗമാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും പെണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മലപ്പുറത്തെ പെണ്ണിനെ ഒരു അജണ്ട, ഒരു കോക്കസ് എവിടേക്കോ കൊണ്ടുപോകാൻ. അവിടെ മലപ്പുറത്തെ പെണ്ണ് വഷളായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളത് വഷളാകാൻ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പെണ്ണ് സ്ഫടികമാണ്, അത് എപ്പോഴും മുടങ്ങി പോകാൻ സാധ്യതയുണ്ട്. മുടങ്ങി പോയാൽ പിന്നെ കഥ പോയി. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ റേഡിയോ മാംഗോ, അല്ലെ, സംഗീത വണ്ടി ഇങ്ങനെ നടന്നു പോകാൻ നാട് ചുറ്റിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റ് ചാനലുകളുടെ ഈ റിയാലിറ്റി ഷോ പരിപാടികളിൽ മുഴുവൻ സ്ഥിര സന്ദർശകരായി ഇന്ന് മാപ്പിള വീടുകളിലെ കുട്ടികളാണ് കടന്നു വരുന്നത്. എന്നിട്ടോ തന്റെ പാവപ്പെട്ട പെൺകുട്ടിയുടെ മാദക ശരീരം പ്രകടിപ്പിച്ചിട്ട് എല്ലാവരോടും പറയാണ് നിങ്ങൾക്കൊക്കെ പറ്റിയോ, എന്നാൽ SMS അയക്കണം ഈ ഫോർമാറ്റിലേക്ക്. എന്നിട്ട് തന്റെ കുട്ടിയുടെ ശരീര സൗന്ദര്യ പ്രകടനം നടത്തിയിട്ട് SMS അയക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ മാപ്പിള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതും ലക്ഷങ്ങളുടെ ഫ്ലാറ്റുകളാണ്. സ്ത്രീത്വം അങ്ങനെ കടന്നു പോകാൻ. വനിതാവാദികളെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഫെമിനിസ്റ്റ്വാദികളെ, പെണ്ണിന് സ്വാതന്ത്ര്യം വേണം, പെണ്ണിന് പുരോഗതി വേണം, പെണ്ണിന് സുരക്ഷിതത്വം വേണം എന്ന് രായ്ക്ക് രാമാനം നാഴികക്ക് 40 പ്രാവശ്യം സർവിത സർവണം ചെയ്തുകൊണ്ട് മൈതാന പ്രസംഗം നടത്തുന്ന ഫെമിനിസ്റ്റ്വാദികളെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണിന്റെ നഗ്നത മറക്കാൻ ഇത്രയും കാലം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പഞ്ഞപ്പാട്ട് പാടുന്ന, ഭരണിപ്പാട്ട് പാടുന്ന നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല, അതവർക്ക് കഴിയില്ല.
അതുപോലെ തന്നെ കമ്പോളവൽകൃതമായിരിക്കുന്ന സംസ്കാരത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ ശരീരം, പാവനമായ ശരീരം, സ്വകാര്യത പരസ്യമായി പ്രദർശിപ്പിച്ച് ഇത്രയും വലിയ ബിസിനസ് സാമ്രാട്ടുകൾ പണം കൊയ്യുന്ന സമയത്ത് അവിടെ പെണ്ണിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഫെമിനിസ്റ്റ് വാദികളോ മഹിളാവേദിയോ കടന്നു വന്നോ പുതിയ ലോകത്ത്? ഇല്ല. ഇവിടെ ഒരു പെണ്ണ് പോയി പ്രസവിച്ചു, വേറെടുക്കാൻ വേണ്ടി പോയത് ബോംബെയിലെ സപ്തനക്ഷത്ര ഹോസ്പിറ്റലിലേക്ക്. അല്ലേ? ഇവിടുന്ന് പോയിക്കണോള് 8-ാം മാസം പേറ്റിനൂട്ടി ഉണ്ടാകാറുണ്ട്. ആ പേറ്റിനൂട്ടി കൊണ്ടുപോയി തന്നെ ബോംബെയിലെ ഹോസ്പിറ്റലിലേക്ക്. അതൊക്കെ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു. കളിമണ്ണ് എന്ന് പറഞ്ഞൊരു സിനിമയും, ആ സിനിമയുടെ ഡയറക്ടർ ബ്ലസ്സി, അല്ലെ, ആക്ച്വലി ബ്ലസ്സി അദ്ദേഹത്തിന്റെ തലയിലുള്ള സാധനമാണ് ആ സിനിമക്ക് പേരിട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവിടെ എത്തി, ബോംബെയിൽ എത്തി. അതിനുശേഷം ശ്വേതാമേനോൻ പറയാൻ എന്റെ പ്രസവം എടുത്തു. ഡോക്ടർമാര് പറയാൻ നാളെ ഡെലിവറി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്, നാളെ പ്രസവം. ഇത് പറഞ്ഞ സമയത്ത് ഇവിടെ റൂമിലേക്ക് ആരൊക്കെ കയറ്റുന്നത്? ലേബർ റൂമിലേക്ക് ഈ സിനിമയുടെ മെയിൻ ക്യാമറാമാൻ, അസിസ്റ്റന്റ് ക്യാമറാമാൻ, ഡയറക്ടർ, അതുപോലെ തന്നെ തന്റെ ഡോക്ടർ, തന്റെ ഭർത്താവ്, 5 പേരുടെ സാന്നിധ്യത്തിൽ പ്രസവം നടക്കുന്ന സമയത്ത്, അങ്ങനെ വെള്ളിത്തിരക്ക് വേണ്ടി പ്രസവം പരസ്യപ്പെടുത്തിയ സമയത്ത് അതിനെതിരെ പറയാൻ ഒരാളും മുന്നോട്ട് വന്നില്ല. ഒരാളും വന്നില്ല. ഒരു വനിതാ വേദി പോലും മുന്നോട്ട് വന്നില്ല. ഒരു പെണ്ണിനെ പറയാലോ. ഞങ്ങൾ ഇത്രയും കാലത്ത്, അല്ലെ, നമ്മൾ പറയാറുണ്ട് ഏറ്റവും വലിയ നെറുകേടിന്റെ പറുദീസയാണ് അമേരിക്ക. ഒരാളങ്ങനെ കടന്നുപോയാൽ അതിഥിയുടെ ഭാര്യ ആതിഥേയനും ആതിഥേയന്റെ ഭാര്യ അതിഥിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്തിട്ട് അന്നേ രാത്രി പങ്കിടുന്ന അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞ് അമേരിക്കക്കാരനെ നമ്മൾ വൃത്തികേടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ആരാണ് രാജ്യത്ത് പെർമിസീവ് സൊസൈറ്റി കൊണ്ടുവന്നത്? ശ്വേതാമേനോൻ. ഈ ശ്വേതാമേനോനാണ് 10 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പീതാംബരക്കുറിപ്പ് തന്നെ തോണ്ടി എന്ന് പറഞ്ഞാണ്ട് പത്രസമ്മേളനം വിളിച്ച സമയത്ത് എത്ര മഹിളാവേദി വന്നു. ഐ ആം നോട്ട് ഡിസ്ക്രൈബിംഗ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനൊരു രാഷ്ട്രീയ ചർച്ചയല്ല, അല്ലെങ്കിൽ പീതാംബരക്കുറിപ്പിന്റെ ഇപ്പുറത്ത് നിന്നു എന്നുള്ളൊരു വാദത്തിലേക്ക് പോകല്ല. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്, അവിടെ പോയി പ്രസവിച്ച് സ്വന്തം പെണ്ണിന്റെ സ്വകാര്യത പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച സമയത്ത് ഞങ്ങളുടെ മാനം പോയി എന്ന് പറയാൻ ഒരു വനിതാവാദി പോലും വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ദിവസങ്ങളോളം കാത്തുനിന്ന് നോക്കി നമ്മുടെ ആളുകൾ. ഇല്ല, ഒരാളും വന്നില്ല. അവസാനം ഈ സമയത്ത് ഒരു പരസ്യം കൊടുത്ത സമയത്ത്, ഒരു പ്രസ്താവന കൊടുത്തപ്പോഴേക്ക് കേരളം ഇളക്കി മറിഞ്ഞു. എന്തിനായിരുന്നു? തന്നെ ഒന്ന് നോക്കി, തന്നെ ഒന്ന് തോണ്ടി എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇതിലൊക്കെ അജണ്ടകൾ മറ്റൊന്നിലേക്ക് പോകാൻ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം. ഈ രീതിയിൽ നമ്മുടെ രാജ്യം കടന്നുപോയ സമയത്ത് മുസ്ലിം പെണ്ണും അങ്ങനെയാകണം, മുസ്ലിം പെണ്ണിന് പെണ്ണിന്റേതായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്ന സ്വാതന്ത്ര്യവാദികളുടെ അജണ്ട മുസ്ലിം പെണ്ണിന്റെ തടിയെന്നാക്കലല്ല. സൗന്ദര്യ മത്സരം, ഫാഷൻ ഷോകളും അതുപോലെ തന്നെ സൗന്ദര്യ മത്സരങ്ങളും രാജ്യത്തുടനീളം പൊടിപടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സൗന്ദര്യ മത്സരം പെണ്ണിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തലാണ്, മാനം പോക്കലാണ് എന്ന് പറയാൻ ഒരു വനിതാവാദിയും ഇവിടെ മുന്നോട്ട് വന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾ സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ല കടന്നു വരുന്നത്. സ്ത്രീയെ ആയുധമാക്കാനാണ്. തൊട്ടാൽ കൊള്ളുന്ന ആയുധമാണ് പെണ്ണ്. എവിടെ വെച്ച് ചർച്ച ചെയ്താലും വിവാദമാകുന്ന വിഷയമാണ് പെണ്ണ് എന്നറിയുന്നത് കൊണ്ടാണ് അവർ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ചാനൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വാദിച്ച് ഇസ്ലാം പൗരോഹിത്യാണ്, ഇസ്ലാം പുരോഹിതന്മാരുടെ മതമാണ്, കുറച്ച് യാഥാസ്ഥികന്മാരെ നേതൃത്വം നൽകുന്ന ഭൂരിപക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാണ്ട് അല്പം ബുദ്ധിജീവികൾ ഇവിടെ കടന്നു വന്നപ്പം ഇതിന്റെ ഉള്ളുകൂടെ ഉണ്ടായ ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇതിനിടയിൽ കൂടെ ഒരുപാട് ലൈലമാരെയും ഐഷമാരെയും ലക്ഷ്മിമാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധ്യമായി. കഴിഞ്ഞ വർഷം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പ്രസിദ്ധീകരിച്ച ദീപിക പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ലൈല എന്ന് പറയുന്ന 24 വയസ്സുകാരിയായ പെൺകുട്ടി, തന്റെ താഴെ 2 അനിയത്തിമാരുണ്ട്. കുടുംബ പ്രാരാബ്ദമാണ് വലിയ വിഷയം. കുടുംബ പ്രാരാബ്ദം. അവസാനം കുടുംബം വല്ലാത്ത കടക്കണിയിലേക്ക് പോയി. ഈ വാപ്പ മൂത്ത കുട്ടീനെ ലൈലനെ വിവാഹം ചെയ്ത് അയക്കാൻ വേണ്ടി പെടാപ്പാട് പെടാൻ മഹൽ കമ്മിറ്റിന്റെ കത്ത് വാങ്ങിയ മനുഷ്യൻ പള്ളികളിൽ മുഴുവൻ ജുമാന്റെ ദിവസം നടക്കാൻ. എന്നിട്ടൊത്തോ ഇല്ല. ഈ പെൺകുട്ടിയുടെ വയസ്സങ്ങനെ മുന്നോട്ട് പോകാൻ. സ്ത്രീധനമാണ് ഏറ്റവും വലിയ മഹാമാരി. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വന്നു. മാനഹാനി ഉണ്ടാക്കുന്ന സ്ത്രീധനത്തിലേക്ക് ഇദ്ദേഹത്തിനും പോകേണ്ടി വന്നു. അവസാനം ഈ കുട്ടിയെ കെട്ടിച്ചുവിടാൻ ഉള്ള തരത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ പണം സ്വരുക്കൂട്ടാൻ ഇദ്ദേഹത്തിന് സാധ്യമല്ലാതെ വന്നപ്പോ ലൈലയെ ചുറ്റിപ്പറ്റി ഒരുപാട് കരിവണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ കറങ്ങാൻ തുടങ്ങി. ലൈല എന്ന പൂവിനെ ചുറ്റിപ്പറ്റിയിട്ട് അവസാനം അതിൽ നിന്ന് ഒരു ശലഭം വന്ന് മൂടിപ്പാട്ട് പാടി, ലൈലയെ നമുക്കൊന്നിച്ചു പോകാം, നീ നിന്റെ പിതാവിന്റെ സമ്മതം കാത്ത്, നിന്റെ കുടുംബത്തിന്റെ സമ്മതം കാത്ത്, സ്ത്രീധനം ഒരുക്കി കൂട്ടുന്നത് കാത്ത്, നിന്റെ കുടുംബം വിവാഹാന്വേഷണം നടത്തുന്നത് കാത്ത് നിന്നാൽ ഇനിയും വർഷങ്ങൾ നിനക്ക് താണ്ടേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ